സ്വാമിയേ ശരണമയ്യപ്പ. മണ്ഡല മകരമാസമായാൽ കേരളത്തിന്റെ തെരുവീതികളിൽ മുഴങ്ങിക്കേൽക്കുന്ന ശരണമന്ത്രമാണിത്. കലിയുഗ വരദനായ അയ്യപ്പൻ, കാനനവാസനായ അയ്യപ്പൻ, പൊന്നമ്പലവാസനായ അയ്യപ്പൻ. കലിയുഗ വരദനായ അയ്യപ്പന്റെ തിരുസന്നിധിയിലേക്ക് 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത മാലയിട്ട മനസ്സും ശരീരവും അയ്യപ്പനിൽ അർപ്പിച്ച കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി 18 പടി ചവിട്ടി അയ്യപ്പന്റെ തിരുസന്നിധിയിലെത്തി അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവലാദികളും പ്രയാസങ്ങളും അയ്യപ്പനിൽ അർപ്പിച്ച തന്റെ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോയ നെയ്ത്തേങ്ങ അയ്യപ്പന് നിവേദിച്ച ആ നെയ്ത്തേങ്ങ തിരികെ ഇറങ്ങി ആഴിയിലിറങ്ങ മലയിറങ്ങുന്ന അയ്യപ്പ ഭക്തൻ. കേരളക്കാർ മാത്രമല്ല, ആന്ധ്ര, തമിഴ്നാട്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ കൂട്ടമായി എത്തുന്നു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തർ മണ്ഡല മകരമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ ശബരിമലയിലേക്ക് എത്താറുണ്ട്. അയൽ രാജ്യങ്ങളിൽ നിന്ന് എത്താറുണ്ട്. നേപ്പാളിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും അടക്കമുള്ള അയ്യപ്പ ഭക്തന്മാർ കലിയുഗ വരദനായ അയ്യപ്പനെ കാണാൻ കാനന മധ്യത്തിലെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ അയ്യപ്പ ഭക്തൻ കേരളത്തിന്റെ ഒരു മതേതരത്വത്തിന്റെ പ്രതീകമാണ്. ശബരിമല ശാസ്താവിനെ കാണാൻ ശബരിമലയിലേക്ക് മാലയിട്ട ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ എരുമേലിയിലെ വാവര് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വാവരുടെ ഒറ്റത്തോഴനായ അയ്യപ്പനെ കാണാൻ എത്തുന്നത് എന്നാണ് സങ്കല്പം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഒരു തെറ്റ് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്. അയ്യപ്പന് ഭക്തർ കാണിക്കയായി അർപ്പിച്ച സ്വർണവും അതോടൊപ്പം തന്നെ യോഗദണ്ഡിൽ പൂശിയ സ്വർണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കാണാതായിരിക്കുന്നു. ആരാണ് ഇത് കൊണ്ടുപോയത്? ഒരാളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ആ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ആൾ ആരാണെന്ന് കൃത്യമായി അറിയാം. പക്ഷേ ഉന്നതരായ ചില ആളുകൾ ഇപ്പോഴും തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു നിന്ന ഇതിന്റെ കഥ എന്താണെന്ന് അറിയാതെ ആട്ടം കാണുകയാണ്. ഇതിൽ കുറ്റകരമായ അനാസ്ഥ നടത്തിയ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അതിന് മുൻപുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എ വാസു തുടങ്ങിയ പല പ്രമുഖരുടെയും പേരുകൾ വെളിപ്പെടുത്തുന്നുണ്ട്, പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ആരും കുറ്റക്കാരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇത് കണ്ടെത്തേണ്ടത് പോലീസാണ്, അന്വേഷണ സംഘമാണ്. അയ്യപ്പന്റെ മോഷണം മുതൽ കട്ടതിന്റെ പേരിൽ ഒരു ആൾ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുകയാണ്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ജയിലിൽ പോയ വ്യക്തി ഒരു നെത്തോലി മാത്രമാണ്. നെത്തോലിയെ പിടികൂടിയാൽ ഒന്നും ലഭിക്കില്ല എന്ന് അന്വേഷണ സംഘത്തിന് അറിയാം. വമ്പൻ സ്രാവുകൾ ഇപ്പോഴും നീന്തി തുടിക്കുകയാണ്. ജയിലിൽ പോയ കസ്റ്റഡിയിലുള്ള നെത്തോലിയെ ചോദ്യം ചെയ്ത് വമ്പൻ സ്രാവുകളിലേക്ക് എത്താനുള്ള ത്രാണിയും ചങ്കുറപ്പും ചങ്കൂറ്റവും അന്വേഷണ സംഘത്തിനുണ്ടോ എന്ന ചോദ്യമാണ് കേരളത്തിലെ ആളുകൾ ചോദിക്കുന്നത്. അയ്യപ്പൻ എന്നാൽ കേരളത്തിലെ ഭക്തർക്ക് എല്ലാമാണ്. 2018 സുപ്രീം കോടതി വിധിയുടെ മറുപടിച്ച് കേരളത്തിന്റെ പരിപാവനമായ ക്ഷേത്രാങ്കണത്തിലേക്ക് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പാതിരാത്രി ഒളിച്ചു കടത്തിയ പിണറായി വിജയൻ സർക്കാരിനെതിരെ കേരളം കണ്ട ഏറ്റവും വലിയ സമരം, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ പൂശിയ കല്ലറ സ്വർണമടക്കം കട്ടുകൊണ്ടുപോയ കള്ളന്മാർക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാകും. അവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കിടുകിട വിറപ്പിക്കുന്ന സർക്കാർ സംവിധാനത്തെ വിറപ്പിക്കുന്ന പ്രതിഷേധത്തിൽ കേരളം സാക്ഷിയാകാൻ പോവുകയാണ്. കേരളത്തിലെ സഹോദരിമാരും കേരളത്തിലെ ഭക്തരും ഒന്നടങ്കം തെരുവിലിറങ്ങാൻ പോവുകയാണ്. കാരണം അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ച മുഴുവൻ മുതലും തിരികെ കിട്ടണം. അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാരെ കൽത്തുറങ്കിൽ അടക്കണം. എന്നാൽ മാത്രമേ അയ്യപ്പ വിശ്വാസികൾക്ക് സമാധാനമാവൂ. അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വലിയ സമരത്തിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക.